സുഭാഷിതം. നാം പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. സകല ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. നാം നിസ്സാരമായി തള്ളിക്കളയുന്ന ഉറുമ്പുകളിൽ നിന്ന് പോലും. ഉറുമ്പുകൾ സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ്. ഒരു കൂട്ടിൽ 100 മുതൽ ലക്ഷക്കണക്കിന് വരെ ഉറുമ്പുകളെ കണ്ടുവരുന്നു. മനുഷ്യരെപ്പോലും അത്ഭുതപ്പെടുത്തുന്നു ഇവരുടെ ജീവിതം. പഞ്ചസാരയോ മറ്റു ധാന്യങ്ങളോ സൂക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര ഒരു ഉറുമ്പ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മറ്റുള്ളവരെ കൂടി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എല്ലാവരും കൂടിച്ചേർന്ന് അതിന്റെ സ്വാദ് നുണയുന്നു. സ്വാർത്ഥതയില്ലാത്ത ഒരു ഐക്യബോധം നമുക്കവിടെ കാണാം. ഇത്രയും കെട്ടുറപ്പ് ഈ ചെറുജീവികൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹജീവിയായ വലിയ മനുഷ്യന് അതായിക്കൂടാ? ഉറുമ്പുകളുടെ ഈ ഐക്യം കാണാനിടയായ അമേരിക്കൻ പ്രകൃതിശാസ്ത്രജ്ഞനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്ന സാമുവൽ സ്റ്റെമാൻ ഹാൾഡെമാൻ ധാരാളം കീടങ്ങളെക്കുറിച്ചും ചെറുജീവികളെക്കുറിച്ചും പഠനങ്ങൾ നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഉറുമ്പുകൾ പഞ്ചസാര കണ്ടപ്പോൾ എത്ര വേഗമാണ് കൂടെയുള്ളവരെ വിളിച്ചുകൂട്ടിയത്. എന്നാൽ മനുഷ്യരാണെങ്കിലോ, അവർ വിലപിടിപ്പുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ അതെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാം എന്ന ചിന്തയിലായിരിക്കും. പങ്കുവയ്ക്കലിന്റെ സംതൃപ്തിയും സന്തോഷവും അറിയണമെങ്കിൽ ചില മനുഷ്യരുടെയെങ്കിലും ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മണ്ണിലോ മരത്തിലോ ആവും താരതമ്യേന ഭംഗി കുറഞ്ഞ കൂടുകൾ ഉറുമ്പുകൾ ഉണ്ടാക്കുക. സുരക്ഷിതമായി കഴിയുക മാത്രമാണ് അവരുടെ ഉദ്ദേശ്യം. മനുഷ്യരോ അവരുടെ പ്രൗഢി മുഴുവൻ കാണിക്കുന്നത് വീട് നിർമ്മാണത്തിലാണ്. ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര അച്ചടക്കത്തോടെ വരിവരിയായാണ് അവ മുന്നോട്ട് നീങ്ങുന്നത്. പരസ്പരം കൂട്ടിമുട്ടുമെന്ന് കണ്ടാൽ അവ ഒഴിഞ്ഞു മാറുന്നു. ഒരു കൂട്ടിൽ നിന്ന് പുതിയ കൂട്ടിലേക്കും ഇര തേടാനും മിക്കയിനം ഉറുമ്പുകളും വരിവരിയായാണ് പോകാറ്. ഭക്ഷണത്തിനാണ് പോകുന്നതെങ്കിൽ അല്പദൂരത്തിന് ശേഷം സ്വയം പിരിഞ്ഞ് ഇര തേടുന്നു. ഭക്ഷണം കണ്ടാൽ തിരിച്ച് വരിയിലെത്തി കാര്യം പറയുന്നു. വീണ്ടും വരിവരിയായി സഞ്ചരിക്കുന്നു. എന്നാൽ മനുഷ്യരോ ക്യൂ നിൽക്കേണ്ടയിടത്ത് പോലും തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. ആ അച്ചടക്കം പല മലയാളികൾക്കും പറഞ്ഞിട്ടുള്ളതല്ല. മുതിർന്നവർ അങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല. ഏതു മേഖലയെടുത്താലും ഭിന്നിപ്പിന്റെയും സംഘർഷങ്ങളുടെയും ലാഞ്ചന നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ സന്തോഷവും മനസ്സമാധാനവും നഷ്ടപ്പെടുന്നു. അധ്വാനത്തിന്റെ മഹത്വവും ഉറുമ്പുകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. 4 മില്ലിഗ്രാം ഭാരമുള്ള ഉറുമ്പ് 8 മില്ലിഗ്രാം വരെ ഭാരമുള്ള ഭക്ഷണവസ്തുക്കളെ വഹിച്ചുകൊണ്ടു പോകുന്നത് അവയെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനാകും. ഭാവി എങ്ങനെ സുരക്ഷിതമാക്കണമെന്നും ഉറുമ്പുകൾ നമുക്ക് കാണിച്ചു തരുന്നു. വേനൽക്കാലമാകുമ്പോൾ തണുപ്പുകാലത്തേക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവ ശേഖരിച്ചു വയ്ക്കുന്നു. എന്നാൽ ചെയ്യാൻ കഴിയുന്ന സമയത്ത് വേണ്ടവണ്ണം അധ്വാനിക്കാതെ മടിപിടിച്ച് കഴിയുന്നവരാണ് മനുഷ്യരിൽ ഏറെപ്പേരും. മാത്രമല്ല, വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈറ്റ് കോളർ പണി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു നടക്കുന്നവരും ഏറെയുണ്ട്. ജോലി ചെയ്യുന്നവരിലും ഭാവിയിലേക്ക് കരുതുന്നവർ വളരെ കുറവാണ്. കിട്ടുന്നത് മുഴുവൻ അടിച്ചുപൊളിച്ച് സുഖലോലുപതയിൽ മുഴുകാനാണ് അധികം പേർക്കും താത്പര്യം. കടം വാങ്ങിയും പലിശക്കെടുത്തും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരുടെയും വസ്തുവകകൾ വിറ്റുപോലും വിവാഹാഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തുന്നവരുടെയും എണ്ണം ഏറിക്കൊണ്ടിരിക്കുന്നു. പണമുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്തോറും ദരിദ്രരും മധ്യവർഗത്തിലുള്ളവരും കൂടുതൽ പാപ്പരായി തീരുകയാണ് ചെയ്യുക. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ ചെറുജീവികളെ നോക്കി പഠിക്കാൻ മനുഷ്യർക്കെവിടെയാണ് നേരം? കിട്ടുന്ന സമയം മൊബൈലിൽ നോക്കിയിരിക്കുന്നത് മതിയാക്കിയിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുക. നമ്മുടെ ജീവിതം സുരക്ഷിതവും സന്തോഷപ്രദവുമാക്കി മാറ്റാനുള്ള പലതും നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ടാകും. ശുഭദിനം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എസ് തനൂജ.